ഹരേ കൃഷ്ണ. ജി ശ്രീ രാധരാധേ. ഇന്ന് ഹൈഗ്രീവ മൂർത്തി ഭഗവാന്റെ അവതാരമാണ്. അപ്പോൾ ആ ഹൈഗ്രീവ മൂർത്തിയുടെ ഒരു മന്ത്രം ഞാനിന്നിവിടെ ചൊല്ലാം. അത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ മന്ത്രം. ഞാൻ ആ മന്ത്രം ഒന്ന് ചൊല്ലാം, എന്നിട്ട് പറയാം. ജ്ഞാനാനന്ദ മായാം ദേവം നിർമ്മല സ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹൈഗ്രീവ ഉപാസ്മകേ. അതായത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സ്ഫടികം പോലെ തെളിഞ്ഞ് ശുദ്ധമായിരിക്കുന്നതും എല്ലാത്തിൻ്റെയും വേദങ്ങളുടെയൊക്കെ അടിസ്ഥാനമായ ആ ഒരു ഹൈഗ്രീവൻ മൂർത്തിയെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഹൈഗ്രീവ മൂർത്തിയാണ്, അതായത് ഭഗവാന്റെ അവതാരമാണ് ഹൈഗ്രീവ മൂർത്തി. ഹയഗ്രീവ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാലും കുതിര, ഗ്രീവ് എന്ന് വെച്ചാൽ കഴുത്ത്. അപ്പോൾ കുതിരയുടെ മുഖം ആകൃതിയുള്ള ആ കഴുത്തിൻ്റെ മുകളിൽ കുതിരയുടെ മുഖമുള്ളവനാണ് ഹൈഗ്രീവമൂർത്തി. ഹൈഗ്രീവൻ എന്ന അസുരനെ കൊല്ലാൻ ഭഗവാൻ അവതാരം എടുത്തതാണ് ആ കുതിരയുടെ മുഖത്തോടു കൂടിയ ഹൈഗ്രീവ മൂർത്തി. അപ്പോൾ ഈ ഹൈഗ്രീവ മൂർത്തിയുടെ ആ ഒരു അറിവിൻ്റെ തെളിഞ്ഞ സ്ഫടികം പോലെ തെളിഞ്ഞ്, അതാണ് അവിടെ ആ ഉച്ചാരണ, സ്ഫടികം പോലെ തെളിഞ്ഞ് ശുദ്ധമായ ആ മനസ്സുള്ള ആ ഹയഗ്രീവ മൂർത്തിയെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. എല്ലാ വിദ്യാർത്ഥികളും ഒരു 108 പ്രാവശ്യം, ദിവസം ഒരു 108 പ്രാവശ്യം ഇത് ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. രാവിലെ നമ്മൾക്ക് ചൊല്ലാൻ, രാവിലെ ശുദ്ധമായി കുളിച്ച് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഈ ഒരു മന്ത്രം ദിവസേന ചൊല്ലുന്നതാണ്. ഹയഗ്രീവ മൂർത്തിക്ക് വേണ്ടിയുള്ള മന്ത്രമാണ്. ഹയഗ്രീവ മൂർത്തിയുടെ കഥ, അതായത് ആ ഒരു കഥ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.